തൃശൂർ ജില്ലയിൽ വെള്ളാങ്കല്ലൂരിനടുത്ത് പൈങ്ങോട് യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപമാണ് ശ്യാം മോഹൻ്റെ തണ്ണീർമത്തൻ കൃഷിയിടം. സാധാരണയായി കാണുന്ന പച്ച നിറത്തിലുള്ളവ കൂടാതെ ഓറഞ്ച്, മഞ്ഞ, ചുവപ്പ് നിറങ്ങളിലുള്ള ഇനങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. വിളവെടുപ്പിൻ്റെ അവസാനഘട്ടം ആയതിനാൽ കിരൺ ഇനം മാത്രമാണ് ഇപ്പോൾ തോട്ടത്തിൽ കാണുന്നത്. പച്ച നിറത്തിലുള്ളവയായതിനാൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അടുത്ത് ചെല്ലുന്തോറും നിരവധി വിളവുകൾ കാണാൻ കഴിയുന്നുണ്ട്. യുവകർഷകനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയിട്ടുള്ള ശ്യാം മോഹൻ മുഴുവൻ സമയവും ജൈവ കർഷകനാണ്. ഈ തോട്ടത്തിൽ പച്ചക്കറികളും ചോളവുമെല്ലാം ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. തണ്ണിമത്തൻ വിളവെടുപ്പിന് ശേഷം മറ്റു വിളകൾ ഇവിടെ കൃഷി ചെയ്തു തുടങ്ങും. മറ്റു കൃഷിയിടങ്ങളിൽ തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചിട്ടുമുണ്ട്. കാർഷിക രംഗത്തേക്ക് യുവജനത വരാൻ മടിക്കുന്ന ഇക്കാലത്ത് ശ്യാം മോഹനെ പോലുള്ളവരുടെ പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രോത്സാഹനം നൽകേണ്ടതാണ്. ശ്യാം എന്നാണ് പേര്. സ്വദേശം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട അടുത്ത് വെള്ളാങ്കല്ലൂരാണ്. കർഷകനാണ് ഞാൻ, മുഴുവൻ സമയ കർഷകനാണ്. കെമിക്കൽ ഫ്രീ ഫാമിംഗ് ആണ് ഇത് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും. വൃക്ഷായുർവേദം കൃഷി ഗീത ബേസിലാണ് ഫാമിംഗ് വരുന്നത് ശരിക്കും. പിന്നെ നമ്മളിപ്പോൾ സീസൺ ബേസ് ആണ് ഫാമിംഗ് വരുന്നത്. ഇപ്പോൾ തണ്ണിമത്തൻ, സമ്മറിൽ തണ്ണിമത്തനും പൊട്ടുള്ളവരും ഷമാമൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഹാർവസ്റ്റിംഗ് ഒരുവിധം അവസാനിച്ചു. നമ്മളുടെ ഇപ്പോൾ കിരൺ മാത്രമാണ് ഹാർവസ്റ്റിംഗ് എടുക്കുന്നത്. 4 തരം തണ്ണിമത്തൻ ഉണ്ടായിരുന്നു. പരീക്ഷാടിസ്ഥാനത്തിൽ വേറെ ഒരു 2-3 തരം വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കൃഷി പോകുന്നത്. ഇപ്പോൾ വാഴ പ്ലാന്റിംഗ് ഉണ്ട്. പിന്നെ ഇപ്പോൾ പച്ചക്കറികളിലെ പണികൾ ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ 2022-23 സാമ്പത്തിക വർഷത്തെ യങ് ഫാർമർ എന്നുള്ള കാറ്റഗറിയിലെ സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എന്നെ പറ്റി പറയാനുള്ളത്. 4 വെറൈറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനകത്ത് കിരൺ മാത്രമാണ് ഈ ഹാർവസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അല്ല, ഇങ്ങനെ കുറച്ച് സൂര്യാന്തി, പിന്നെ കുറച്ച് ചോളം, അങ്ങനെ ചീര, അങ്ങനത്തെ രീതിയിലേക്ക്. അങ്ങനെ ഒരു 2 ആഴ്ചയുടെ ഉള്ളിൽ ഇവിടുത്തെ ഹാർവസ്റ്റിംഗ് തീരും. പിന്നെ വേറെ പ്ലോട്ടുകളുണ്ട്, അപ്പോൾ ആ പ്ലോട്ടിലേക്ക് ഹാർവസ്റ്റിംഗ് ആവും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കോണത്തുനിന്ന് അങ്ങനെയായിട്ട് ഓരോ എന്താ പറയുക, ഒരു റിലേ പോലെ എന്നുള്ളൊരു രീതിയിലേക്കാണ് ഇനി അടുത്ത അവിടെ. അങ്ങനെ ടു മെയ് വരെ വാട്ടർമെലൺ ഉണ്ടാവും.